മലയാള സിനിമയിൽ ഈ വർഷം നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ കുറവാണ് എന്ന് വർഷാദ്യത്തിൽ സംവിധായക അഞ്ജലി മേനോൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഇതേ വർഷം തന്നെയാണ് ഇന്ത്യൻ സിനിമയെ ലോക സിനിമയുടെ നെറുകയിലെത്തിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്സും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്ത കനിയും ദിവ്യപ്രഭയും ചർച്ചയായത്. ആവേശം, മഞ്ഞുമ്മൽ ബോയ്സ്, ഭ്രമയുഗം എന്നീ ചിത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാതെ വിജയിച്ചപ്പോഴാണ് ഇന്ത്യൻ സിനിമക്ക് അഭിമാനമായി പായൽ കപ്പാടിയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്സും കനിയും ദിവ്യപ്രഭയും ക്യാൻ റെഡ് കാർപ്പറ്റിൽ തിളങ്ങിയത്. 2024 തുടക്ക ചിത്രമായ ഈ 3 ചിത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ അഭാവം എടുത്തു കാണിക്കുന്ന ഒന്നു തന്നെയായിരുന്നു. എന്നാൽ പിന്നീടങ്ങോട്ട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ തന്നെയാണ് മലയാള സിനിമക്ക് കിട്ടിയത്. ഉള്ളൊടുക്കിലെ അഞ്ജുവും ലീലാമയും ഇതിനുദാഹരണമാണ്. കൂടാതെ നസ്രിയ നസീം, ജ്യോതിർമയി എന്നിവരുടെ ശക്തമായ തിരിച്ചുവരവാണ് ഈ വർഷം കാണാനായത്. നസ്രിയ നസീം, ഐശ്വര്യ ലക്ഷ്മി പോലുള്ള യുവതാരങ്ങൾ പതിവിൽ നിന്ന് വേറിട്ട വേഷങ്ങളിലെത്തുമ്പോൾ ഉർവശി, പാർവതി തിരുവോത്ത് പോലുള്ളവർ സ്ത്രീപക്ഷ സിനിമയും കഥാപാത്രങ്ങളും ഊട്ടിയുറപ്പിക്കുകയാണ്. കൂടാതെ സജിൻ ബാബുവിന്റെ സംവിധാനത്തിൽ റിമ കല്ലിങ്കൽ നായികയായി എത്തിയ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന ചിത്രവും സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള ചിത്രമാണ്. മാത്രവുമല്ല, ഈ വർഷം തുടങ്ങുന്നത് തന്നെ ആനന്ദേകർഷിയുടെ സ്ത്രീപക്ഷ സിനിമയായ ആട്ടത്തിലൂടെയാണ്. ചിത്രത്തിലെ അഞ്ജലി എന്ന കഥാപാത്രവും അതവതരിപ്പിച്ച സെറിൻ ഷിഹാബും ഒരുപാട് പ്രശംസയാണ് പ്രേക്ഷകരിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. നിലപാടുകൾ എടുക്കുകയും അവനവന്റെ സൗകര്യത്തിനൊത്ത് നിലപാടുകൾ മാറ്റുകയും ചെയ്യുന്ന 12 മനുഷ്യരുടെ കഥയാണ് ആട്ടം പറയുന്നത്. ജൂൺ മാസമായിരുന്നു ഉർവശിയും പാർവതി തിരുവോത്തിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക് റിലീസ് ചെയ്തത്. സംഘർഷങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയാണ് സിനിമ. ഓരോ നിമിഷവും ആരുടെയൊപ്പം നിൽക്കണമെന്ന് പ്രേക്ഷകരെ കൊഴുപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ഉർവശി സ്വന്തമാക്കിയിരുന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നസ്രിയ നസീം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി. MC ജിത്തിന്റെ വേറിട്ടൊരു കഥപറച്ചിൽ ശൈലിയിലൂടെ മലയാളം സിനിമക്ക് ഇത്തവണ കിട്ടിയത് ഒരു ത്രില്ലർ ചിത്രമാണ്. അയൽപ്പക്കത്തെ തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു വീട്ടമ്മ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനാണ് ചിത്രത്തിനെ വ്യത്യസ്തമാക്കുന്നത്. തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയ ചിത്രമാണ് അനാർക്കലി മരക്കാർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഗഗനാചാരി. ചിത്രം വേണ്ടത്ര മലയാളി പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ പോയെങ്കിലും ഒരുപാട് പുരസ്കാരങ്ങളാണ് ചിത്രത്തിനെ തേടിയെത്തിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് ഗഗനാചാരി എന്ന മലയാളം ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം ജ്യോതിർമയി ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ചിത്രമായിരുന്നു റീത്തുവിന്റെ ലോകം എന്ന നോവലിനെ ആസ്പദമാക്കി അമൽ നീരദിന്റെ സംവിധാനത്തിൽ പിറന്ന ബൊഗെയിൻവില്ല. റീത്തു എന്ന വീട്ടമ്മയുടെ മറവിയുടെ ലോകത്തേക്കാണ് അമൽ നീരദ് പ്രേക്ഷകരെ ചിത്രത്തിലൂടെ എത്തിക്കുന്നത്. ചിത്രത്തിൽ ഒരു ത്രൂ ഔട്ട് കഥാപാത്രമായി എത്തിയ ജ്യോതിർമയി വൻ പ്രേക്ഷക സ്വീകാര്യതയാണ് റീത്തുവിലൂടെ നേടിയത്. മാത്രമല്ല, ജ്യോതിർമയെ പോലെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് ആനന്ദ് ശ്രീബാലയിലൂടെ സംഗീതയും നടത്തിയത്. ശ്രീബാല എന്ന ബോൾഡായ സ്ത്രീ കഥാപാത്രത്തെയാണ് സംഗീത ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർന്നിട്ടില്ല പ്രേമലുവിലെ റീനുവും, ലെവൽ ക്രോസിലെ അമല പോളിന്റെ രാഖിയും, മന്ദാകിനിയിലെ അനാർക്കലി മരക്കാരും, ARMലെ സുരഭിയും, ഹെർ എന്ന ചിത്രത്തിലെ ലിജോമോളും ഐശ്വര്യ രാജേഷും, വർഷാവസാനം ഇറക്കിയ റൈഫിൾ ക്ലബിലെ വാണി വിശ്വനാഥും എല്ലാം ഈ വർഷം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച നടിമാരാണ്. ഇതിലൂടെ നിസ്സംശയം പറയാം, മലയാളത്തിലെ നടിമാർ എങ്ങും പോയിട്ടില്ല. മാത്രമല്ല, ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ഒരു ഗംഭീര റീഎൻട്രി നടത്തിയ നടിമാരുമുണ്ട്.